ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇന്ന് കോട്ടയത്തൊരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത്രയും ലോങ് ആയതുകൊണ്ട് തന്നെ ദേവനെയും കൊണ്ട് പോകുന്നത് എന്താകുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. പത്തനംതിട്ടയിൽ പോയിട്ടുണ്ട്. അതിന് ശേഷം അതിനേക്കാട്ടി കുറച്ചുകൂടി ലോങ് പോകുന്നത് കോട്ടയത്താണ്. അപ്പോൾ രാവിലെ 8:30-ക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലോങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിൽ കയറിയപ്പോൾ ദേവനെ ഞങ്ങൾ ഓൾറെഡി കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു. ഇത്രയും ലോങ് പോകുന്നതുകൊണ്ട് എങ്ങനെ ഇരിക്കും എന്തുവാന്ന് അറിയത്തില്ലല്ലോ. പക്ഷേ അതിനുള്ളിൽ ചെന്നപ്പോഴത്തേക്കിനും അവർ വെള്ളയപ്പം, അതേപോലെ തന്നെ ഏത്തയ്ക്ക പുഴുങ്ങിയത്, മിനറൽ വാട്ടർ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ദേവൻ സൈലൻ്റ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആളിരുന്നു, പക്ഷേ ഞാൻ ഛർദ്ദിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്, ചർച്ചിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഭയങ്കര വെയിലായിരുന്നു. വെയിലെന്ന് പറഞ്ഞാൽ അതിരി വെയിലായിരുന്നു. അപ്പോൾ വെയിലൊക്കെ കഴിഞ്ഞ് നമ്മൾ നടന്ന് ആ പാർക്കിംഗ് സെക്ഷനിൽ നിന്ന് നടന്ന് നമ്മൾ ചർച്ചിലോട്ട് വരുന്ന വഴി എന്ന് പറയുമ്പോൾ ഒരു കുത്തനൊരു കയറ്റമായിരുന്നു. ആ വെയിലും കയറ്റവും കൂടിയൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മൾ ആകെ വലഞ്ഞു. പക്ഷേ അവിടെ ചെന്നപ്പോൾ തന്നെ ഫ്രഷ് ജ്യൂസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു, സമൂസ, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ദേവന് ഇഷ്ടപ്പെട്ടു. ഇത് സോസ് കൂട്ടാതെ ഇയാൾ കഴിക്കും. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ പള്ളിക്കകത്തോട്ട് കയറിയില്ല, കാരണം അകത്തിരുന്ന് ദേവനെ നോക്കുക എന്ന് പറയുമ്പോൾ റിസ്ക്കുള്ള കാര്യം, അവൻ ഇരിക്കത്തില്ല, ഇങ്ങനെ നടന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഇതേണ്ട ഈ ഒരു കുടുംബ കല്ലറ കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സിനിമയിലും അല്ലാതെയൊക്കെ കേട്ടിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ വിഷ്ണു ചേട്ടൻ പറഞ്ഞു തന്നത് കുടുംബ കല്ലറയെന്ന് എൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്തുവാണെന്ന് അറിയത്തില്ല. ഞാൻ ചോദിച്ചപ്പോൾ വിഷ്ണു ചേട്ടൻ പറഞ്ഞു തന്നത് ഓരോ കുടുംബക്കാരെ അവിടെ ഇങ്ങനെ അടക്കുന്നതാണ്. അതുകൊണ്ട് ഓരോ നമ്പറുണ്ട് ഓരോരുത്തർ. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്കിനും അവിടെ ഒരാൾ വന്നിട്ട് അതൊക്കെ നോക്കുന്ന ആളുടെ അടുത്ത് പറയുന്നു, ഇന്നവരുടെ സ്ഥലം ഏതാ, അവരുടെ ഏതാ കല്ലറയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ ആ നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് അവരവിടെ ചെന്നിങ്ങനെ നോക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഇങ്ങനെ നിന്നു. ദേവൻ ഇങ്ങനെയൊക്കെ നടക്കുന്ന ആളെ ഇഷ്ടം, പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആൾ വഷളാകും. അതിനിടയ്ക്കൂടെ ഞങ്ങൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആൾ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, കുഴപ്പമില്ല, നമ്മുടെ കൂടെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്താകുമ്പോൾ കുറച്ചും കൂടി തണലും ഉണ്ട്. വേറെ എല്ലായിടത്തും നോക്കുമ്പോഴത്തേനും ഭയങ്കര വെയിൽ, നമുക്ക് അവിടെ ഒന്നും കുഞ്ഞിനെയും കൊണ്ട് നിൽക്കാനും പറ്റത്തില്ല. അപ്പോൾ ഈ ചർച്ച് നോക്കുവാണെങ്കിൽ അടിപൊളി രസമാണ് കേട്ടോ. നല്ല രസമാണ്, നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു ചർച്ചൊക്കെ. പിന്നെ നമ്മുടെ അവിടുന്ന് ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണു ചേട്ടനും ദേവനും ചേട്ടനും കൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ ഇടയ്ക്ക് തന്നെ അവരുടെ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്. പക്ഷേ ഒരു വാട്ടർമെലൻ്റെ ജ്യൂസ് നമ്മൾ വാങ്ങിച്ച് അതവൻ കുടിച്ചതൊന്നുമില്ല. അവിടെ ഫ്രഷ് ജ്യൂസ് ചെയ്യുന്നിടത്ത് വാട്ടർമെലൺ, പിന്നെ ലെമൺ ജ്യൂസ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പം മിനറൽ വാട്ടർ നമ്മൾ ആ വണ്ടിയിൽ നിന്ന് എടുത്തതുമില്ല. അതുകൊണ്ട് ആൾ വിശന്ന് തുടങ്ങി, ആ വെയിലും കൂടെ ആയതുകൊണ്ട് വിശന്ന് തുടങ്ങി. ഇടയ്ക്ക് കല്ലൊക്കെ എടുത്ത് കളിക്കാൻ വന്നു. പിന്നെ ചേട്ടൻ്റെ പേര് പറഞ്ഞ് ഞങ്ങൾ പേടിപ്പിച്ച് അപ്പോൾ തന്നെ പതിയെ കല്ലൊക്കെ അങ്ങ് താത്തിട്ട്. അപ്പോൾ പിന്നെ മിന്നുകെട്ടൊക്കെ ഏകദേശം കഴിയാറായെന്ന് തോന്നുന്നു. പ്രാർത്ഥനയൊക്കെ കഴിയാറായതുപോലെ സമയം നമ്മൾ നോക്കിയപ്പോഴത്തെ. എന്നാൽ പിന്നെ ചർച്ചിലോട്ട് പോയി നോക്കാമെന്ന് കരുതി. അപ്പോൾ ഇതുവരെ വന്നിട്ട് ചർച്ചിൻ്റെ ഉൾഭാഗം കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ചർച്ചിലോട്ട് വന്നു. അപ്പോൾ ചർച്ചിന് തൊട്ടൊരു ഇടത് സൈഡിലായിട്ടാണ് ഈ ഒരു ബൊഫേ സിസ്റ്റം ആയിരുന്നു കേട്ടോ, ബൊഫേ നടക്കുന്നത്. അപ്പോൾ ദേവൻ അപ്പോഴത്തേക്കും നന്നായിട്ട് വലഞ്ഞു. ഞങ്ങൾക്കേ വിശക്കുന്നു, അപ്പോൾ ദേവൻ്റെ കാര്യം എന്തുമായിരിക്കും. അപ്പോൾ ബൊഫേ ഉണ്ട്, 2 രീതിയിലുണ്ടോന്ന്, ഹോളിനകത്തും ഉണ്ട്, പിന്നെ വെളിയിലും ബൊഫയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ അവിടെ സൈഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും അവിടെ നിന്ന് നോക്കിയാൽ നമുക്കറിയാം അപ്പുറം എല്ലാം പുതിയ ഫ്ലാറ്റുകൾ പണിതുകൊണ്ടിരിക്കും. മൊത്തം ഫ്ലാറ്റ് വന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഞാൻ ഈ ദേവനെ കാണിക്കുന്ന ഭാഗത്താണ് നമ്മുടെ ബൊഫേ നടക്കുന്നത്. അപ്പോൾ അവർ ഓൾറെഡി അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ചർച്ചിൽ നിന്നും. ഹോളിലാണെങ്കിൽ ഇപ്പോഴേ കൊടുത്തു തുടങ്ങത്തില്ല, വെളിയിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മുതൽ ബൊഫേ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാം അടിപൊളിയായിരുന്നു, ഫുഡും കാര്യങ്ങളും ഒക്കെ സൂപ്പറായിരുന്നു. അവിടെ ആണെങ്കിൽ കാറ്ററിങ് ചെയ്താക്കുന്നതാണെങ്കിലും അവരുടെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ ആകെ പാടെ പറയാനുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് ഒരുപാട് ആളുകളുണ്ടായിരുന്നു, പക്ഷേ അതിനനുസരിച്ച് ഇരിക്കാനുള്ള സീറ്റില്ലായിരുന്നു. ഉള്ളൊരു ലിമിറ്റ്, പള്ളി എത്രയും വലുതാണെങ്കിലും അതിനനുസരിച്ച് ആ ഒരു ബൊഫേ നടക്കുന്ന ഹോള് ഭയങ്കര ചെറുതായിരുന്നു. വെളിയിലാണെങ്കിലും നല്ല ഏരിയ ഉണ്ട്, പക്ഷേ അവിടെയും സീറ്റൊക്കെ കുറവായിരുന്നു. കൂടുതലും ആളുകൾ നിന്നാണ് കഴിച്ചത്, ഇരിക്കാനുള്ള സീറ്റ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഉള്ളിൽ വരുമ്പോഴത്തേക്കിനും നല്ല അടിപൊളിയായിട്ട് കാറ്ററിങ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു തടിയിലൊക്കെ ഇങ്ങനെ റെസ്റ്റോറൻറ്റ് പോലെയൊക്കെ ചെയ്തങ്ങനെ അടിപൊളിയായിരുന്നു. ഏറ്റവും സെൻറ്ററിലായിട്ട് വലിയൊരു മീൻ ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് ചുറ്റും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഫുഡ് വന്നിട്ട് പറയുമെങ്കിൽ അകത്തും വെളിയിലും ഒരേ ഫുഡൊക്കെ തന്നെ ആയിരുന്നു. ബ്രെഡ് റോള്, ഫിഷ് മോളി ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ഫ്രൈഡ് റൈസ്, അങ്ങനെ കുറേ ഐറ്റംസ്
ചിക്കൻ സൂപ്പ്, ഐസ്ക്രീം, അങ്ങനെ പല ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ അവിടെ നിന്നില്ല, മുകളിലോട്ട് ഇങ്ങ് കയറി പോന്നു. അവിടെ എപ്പോഴും ഫുഡ് കഴിക്കാൻ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെളിയിൽ വന്ന് വീണ്ടും കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് ആദ്യമേ വിഷ്ണുചേട്ടനും ഞാനും എടുത്ത്, പിന്നെ ദേവനെയും കൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് എത്തി. പക്ഷെ അടിപൊളിയായിട്ട് ആൾ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ പറയുന്ന പോലെ എല്ലാം അനുസരിച്ച് ചെയ്യുമായിരുന്നു. ആ പൂവൊക്കെ കൊടുത്ത് എൻ്റെ കൊണ്ട് തരണമെന്ന് പറഞ്ഞു. പക്ഷേ കറക്റ്റായിട്ട് കൊണ്ട് തന്നു. ഞാൻ വെച്ചത് പിച്ചി പറിച്ചൊക്കെ കളയുന്നു. അപ്പോൾ ആൾ അതൊക്കെ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.